നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സ്വന്തം സ്വത്വത്തെ മുറുകെ പിടിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പുറമേ കാണുന്ന ബാഹിക ശരീരമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരാണോ പെണ്ണോ ഉണ്ടാകാം. അതാണ് നമ്മുടെ സ്വത്വം. സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. കാലത്തെയും പ്രതിസന്ധികളെയും അതിജീവിച്ചവർ ഇന്ന് നമ്മളിൽ ഒരാളായി ജീവിക്കുന്നു. അവരിന്ന് എല്ലാ മേഖലയും എത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. IAS ആവട്ടെ, IPS ആകട്ടെ, മാധ്യമ പ്രവർത്തകയാകട്ടെ, അങ്ങനെ എല്ലാ മേഖലയിലും അവർ പൊരുതി കീഴ്പ്പെടുത്തി. ഇതായപ്പോൾ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ കൂടി നമുക്ക് സ്വന്തമായിരിക്കുന്നു. അതാണ് ഡോക്ടർ വിപിനിൽ നിന്നുമുള്ള ഡോക്ടർ വിഭയുടെ യാത്ര. അമ്മ ഇട്ട് കൊടുക്കുന്ന ബനിയനും ട്രൗസറിനും പകരം പട്ടുപാവാട ഇടാനായിരുന്നു ആഗ്രഹം. താനൊരു ആൺകുട്ടിയാണെന്ന ബോധ്യം വളർന്നതോടെ ഉള്ളിലെ പെണ്ണാകാനുള്ള മോഹം അടിച്ചമർത്താൻ ശ്രമിച്ചു. തന്റെ ഉള്ളിൽ ഒരു പെണ്ണാവാൻ കൊതിക്കുന്ന ഹൃദയമുണ്ടെന്ന് പറയുവാനോ സ്വയം അംഗീകരിക്കുവാനോ കഴിയാതെ അതൊരു ഭയമായി വളർന്നു. ആൺ ശരീരത്താൽ ചുറ്റപ്പെട്ട തന്റെ ആത്മാവിനെ അതിവിദഗ്ധമായി ഒളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. 20 വർഷത്തോളമാണ് അത് നീണ്ടത്. ഈ സങ്കടക്കടൽ അമ്മയ്ക്ക് മുൻപിൽ തുറന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായി അമ്മ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഊർജം നൽകിയത്. സമൂഹം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നോക്കുന്ന രീതി തന്നെയായിരുന്നു വിഭയുടെ ഏറ്റവും വലിയ ഭയത്തിന്റെ ഉറവിടം. കുടുംബത്തോടൊപ്പമുള്ള ഉത്തരേന്ത്യൻ ട്രെയിൻ യാത്രകളിലാണ് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളെ കാണുന്നത്. സാരിത്തുമ്പ് അരയിൽ വലിച്ചുകുത്തി തലയിൽ പൂക്കൾ വെച്ച മേക്കപ്പ് അണിഞ്ഞ് കൈതട്ടി വിളിച്ചുകൊണ്ട് അവർ നടന്നു വരും. അവരെ നോക്കുന്ന കണ്ണുകളിലെല്ലാം പുച്ഛവും അറപ്പും ദേഷ്യവും മാത്രം. എത്രയും വേഗം അവർ മാറിപ്പോകാൻ ബാഗിൽ നിന്നും ചില്ലറ തൊട്ടെടുത്ത് കൊടുക്കുന്ന ആളുകളുടെ തിടുക്കവും അവൻ നോക്കിക്കണ്ടിട്ടുണ്ട്. അന്ന് ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് പോലും പരിചിതമല്ല. ആർക്കും ഒരു സംശയം തോന്നരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നതിനാൽ ഉശിരുള്ള ആൺകുട്ടിയാവാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. അടിയുണ്ടാക്കുക, ബഹളം വയ്ക്കുക, പെൺകുട്ടികളോട് ഇഷ്ടമാണെന്ന് പറയുക, അങ്ങനെ കൗമാരക്കാലത്തെ എല്ലാ ആൺരസങ്ങളും അനുഭവിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഉള്ളിൽ ഒരാൾ താൻ ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പഠനത്തിൽ എന്നും മിടുക്കനായിരുന്നു വിപിൻ. ഡോക്ടർ വിപിൻ MBBS എന്ന ബോർഡ് പാലക്കാട്ടെ അകത്തേത്തറയിലുള്ള വീടിന് മുൻപിൽ പതിക്കുന്നതോർത്ത് അച്ഛനും അമ്മയും എപ്പോഴും അഭിമാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിറവിയെടുത്തത് ഒരു ഡോക്ടർ മാത്രമല്ല, 20 വർഷം ഒളിപ്പിച്ചു വെച്ച വിഭയുടെ സ്വത്വം കൂടിയാണ്. വിപിനിൽ നിന്നും ഡോക്ടർ വിഭയിലേക്കുള്ള യാത്ര സങ്കീർണമായിരുന്നു. അതിനെല്ലാം നിമിത്തമായത് ഒരു പ്രണയ അഭ്യർത്ഥനയും. 2ാം വർഷ MBBS പഠനകാലത്താണ് പെൺ സുഹൃത്ത് പ്രണയ അഭ്യർത്ഥന നടത്തുന്നത്. ബുള്ളറ്റിൽ മാച്ചോ മാനായി ചെത്തി നടക്കുന്ന വിപിനോടുള്ള പ്രണയം. പുറമേ കാണുന്ന വിപിന്റെ ഉള്ളിൽ മറ്റൊരാളുണ്ടെന്ന് ആദ്യമായി പങ്കുവെക്കുന്നത് ആ സുഹൃത്തിനോടാണ്. കളിയാക്കലോ പുച്ഛമോ ആയിരുന്നില്ല പ്രതികരണം. 5 വയസ്സ് മുതലുള്ള ആഗ്രഹം നിറവേറ്റാൻ അവൾ കൂടെ നിന്നു. ലോക്ക്ഡൌൺ കാലത്താണ് വിഭ ആത്മസംഘർഷങ്ങളുടെ കൊടുമുടിയിലെത്തുന്നത്. ഒറ്റയ്ക്കിരിക്കും തോറും മനസ്സ് കലുഷിതമായി. സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് കൗൺസിലർ NP രശ്മിയുടെ സഹായം തേടിയപ്പോഴാണ് സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നത് എന്തോ മാനസിക പ്രശ്നമാണെന്ന് ധരിച്ചിരുന്ന ആളിൽ നിന്നും പെണ്ണായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സംഭാഷണങ്ങളിൽ നിന്നുമാണ്. സംഘർഷങ്ങളുടെ കടലിലൂടെ കടന്നു പോകുമ്പോഴും കുടുംബത്തിലെ ആരോടും ഒന്നും തുറന്നു പറയാതെ വീർപ്പുമുട്ടുകയായിരുന്നു വിഭ. അവിചാരിതമായിട്ടാണ് അമ്മ അധ്യാപികയായ ഉഷയ്ക്ക് മുൻപിൽ സങ്കടക്കെട്ടഴിക്കുന്നത്. ലോകം തല കീഴായി മറിയുമെന്ന പ്രതീതിയായിരുന്നുവെങ്കിലും അമ്മ മുഖം ചൊളിച്ചില്ല. വിട്ടുപോകരുതെന്നും കടുങ്കൈ ചേരുന്നുമാണ് അമ്മ പറഞ്ഞത്. ആദ്യമൊക്കെ അമ്മയും വിപിനും വീട്ടിൽ രണ്ടിടത്തായി മാറിയിരുന്നു കരഞ്ഞു. എന്നാൽ അമ്മ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള ഓരോ പെരുമാറ്റവും. വാട്സപ്പിലേക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കുറിച്ചുള്ള ലേഖനങ്ങൾ അയച്ചു കൊടുക്കാനാണ് അമ്മ ആവശ്യപ്പെട്ടത്. ആ അധ്യാപികയ്ക്ക് തീർത്തും ഔട്ട് ഓഫ് സിലബസ് ആയ വിഷയം. ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥിയെ പോലെ അതെല്ലാം അമ്മ വായിച്ചു മനസ്സിലാക്കി. അവരുടെ മാത്രം ലോകത്തവർ അമ്മയും മകളുമായി മാറി. പാവാട ധരിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞപ്പോൾ കടയിൽ കൊണ്ടുപോയി സെയിൽസ് ഗേളിനോട് പറഞ്ഞു, എൻ്റെ അനിയത്തിക്കൊരു പാവാട വേണം, ഏകദേശം എൻ്റെ മോന്റെ വലിപ്പമുണ്ട്. വിഭയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. സഹോദരനും വിഭയ്ക്ക് ഒപ്പം നിന്നു. വീട്ടിൽ നിന്നും കിട്ടിയ ഊർജമാണ് കോളേജിലേക്ക് ലോക്ക്ഡൌണിന് ശേഷമുള്ള മടക്കം. LGBTQ സൗഹൃദമായിരുന്നു ക്യാമ്പസിൽ വിവേചനം നേരിടേണ്ടി വരില്ലെന്ന് അറിയാമായിരുന്നുവെങ്കിലും പൂർണ്ണമായും ട്രാൻസ് വുമണായി മാറാൻ വിഭയ്ക്കായില്ല. മാറ്റത്തിനും നിമിത്തമായത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ്.
കയ്യിൽ നെയിൽ പോളിഷ് ഇട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതോടെ കോളേജിലെ എല്ലാ സുഹൃത്തുക്കളും അത് ഷെയർ ചെയ്യുകയും ട്രാൻസ് വുമണായ വിഭ പുറത്തു വന്നെന്ന വാർത്ത പരക്കുകയും ചെയ്തു. ആരും മുഖം തിരിച്ചില്ല, ചോദ്യം ചെയ്തില്ല. പലരും വിഭയെ കാണാനെത്തിയത് സമ്മാനങ്ങളായിട്ടാണ്. കൺമഷി, കുപ്പിവള, കമ്മൽ, നെയിൽ പോളിഷ് അങ്ങനെ വാങ്ങാൻ ആഗ്രഹിച്ചതെല്ലാം സമ്മാനങ്ങളായി ലഭിച്ചു. ശേഷം മുടി വളർത്തി ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ തുടങ്ങി. ചെന്നൈയിലെ ഒരു കല്യാണവും അവിടെ നടന്ന പ്രൈമഡ് മാർച്ചിലുമെല്ലാം പങ്കെടുക്കുന്നത് ഇഷ്ടരൂപത്തിലാണ്. അവിടെ നിന്നും വിപിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു തുടങ്ങി. അവസാന വർഷം MBBS പഠനത്തിന്റെ നാളുകളിലാണ് ഹോർമോൺ തെറാപ്പി എടുക്കുന്നത്. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും വേദനകളും സഹിച്ചുകൊണ്ട് തന്റെ പഠനവും ഹൗസ് സർജറിയും പൂർത്തിയാക്കി. MBBS പൂർത്തിയാക്കിയപ്പോഴും ഒരു വിഷമം ബാക്കിയുണ്ടായിരുന്നു. അച്ഛൻ വിഭയെ അംഗീകരിച്ചിരുന്നില്ല. ആശയോടെ കുത്തിയ മൂക്കൂത്തി അഴിപ്പിച്ചു. സാരി ഉടുത്താണ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതെന്നറിഞ്ഞ ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ചടങ്ങിൽ അച്ഛൻ വന്നില്ല. എന്നാൽ ഇന്ന് ആ വിഷമമില്ല. വളരെ പതുക്കെയാണെങ്കിലും അച്ഛൻ വിഭയെ മനസ്സിലാക്കി തുടങ്ങി. എന്റെ മോൻ എന്ന് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ വിളിക്കുന്നത്. സൈക്കാട്രിയിൽ ബിരുദാനന്തര ബിരുദം ചെയ്യാൻ UK പോകാൻ തയ്യാറെടുക്കുകയാണ് വിഭ ഇപ്പോൾ. ആദ്യഘട്ട പരീക്ഷ പാസ്സാവുകയും ചെയ്തു. നിലവിൽ പാലക്കാട് പുത്തൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തന്നെ പോലെ ഇരുട്ടിൽപ്പെട്ടുപോയ മനുഷ്യരുടെ ജീവിതത്തിൽ ചെറുവട്ടമാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിഭ ഇപ്പോൾ ഉള്ളത്. വൈറ്റിലയിലും കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിലും ലോക്ഷോർ, ആസ്റ്റർ തുടങ്ങിയ ആശുപത്രികളിലും ഡോക്ടർ വിഭ ജോലി ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ നിന്നും ബേസിക് സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. ഒരു കൈയിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും മറുകൈയിൽ സ്റ്റെതസ്കോപ്പുമായി വിഭ തന്റെ പ്രയാണം തുടരുകയാണ്.